അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കജൂർ ഈത്തപ്പഴം എന്നൊക്കെ പറയുന്ന അത് ഉപ്പിലിട്ടതാണ്. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. ആ മുളകൊക്കെ നല്ലവണ്ണം വാടി ഈത്തപ്പഴമൊക്കെ നല്ല മിക്സായി. അപ്പോൾ ഇതാണ് നമ്മുടെ കജൂർ ഈത്തപ്പഴം എന്നൊക്കെ പറയുന്ന അത് ഉപ്പിലിട്ടതാണ്. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. ഒരു കറിയും വേണ്ട, ഇത് കുറച്ച് ഉപ്പിലിട്ട് ഇതുണ്ടെങ്കിൽ ഒരു 1.5 കിലോ ചോറാണ് പോയി. സൂപ്പറാണ്. ഇതൊന്ന് നാട്ടിലിപ്പോൾ ഇത് സാധാരണ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉപ്പിലിട്ട് നോക്കുക, എന്നിട്ട് അത് കമൻറ്റിൽ അറിയിക്കുക. അടിപൊളി സാധനമാണ്. ഇതിൻ്റെ അടുത്തേക്ക് വേറെ ഒന്നും എത്തില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അബ്ദൂസ് KDV എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുമായി സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാർ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഇത് ഈത്തപ്പഴത്തിൻ്റെ പഴുത്ത് വരുന്നൊരു സമയം. പച്ചയല്ല, നല്ല പഴുത്തിട്ടില്ല. ആ ഒരു സമയത്ത് പറിച്ച ഈത്തപ്പഴം, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, ഇതും കുറച്ച് പച്ചമുളക്, ഇഞ്ചി, പിന്നെ വിനീഗർ. അപ്പോൾ ഏകദേശം സംഗതി ഇവിടുത്തെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഈത്തപ്പഴം ഒന്ന് ഉപ്പിലിടാൻ പോവാണ്. ഈത്തപ്പഴം ഉപ്പിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നങ്ങട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉപ്പിലിടാനേ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ആദ്യം കാണിച്ച്, ഇത് ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തത്, കുറച്ച് പച്ചമുളക് ഒരു 8-10 നീളക്കത്തിൽ നടുക്ക് പിളർന്നത്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം, പിന്നെ വിനീഗർ. അപ്പം ഇത് മൂന്നും കൂടി നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക. അത് മതിയാവും അല്ലേ? അപ്പോൾ ആ ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം നാണ്ട മിക്സാക്കിയേട്ടാ നമ്മൾ ഇത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സാക്കാം. ഇത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. വിനീഗറാണ് ഇപ്പോൾ, ഇത് ഫുള്ളായിട്ട് വിനീഗറാണ്. ഈ വിനീഗറും ഈ ഉപ്പും ഇതും കൂടി കിടന്നിട്ട് മിക്സായതിന് ശേഷം അതാണ് നമ്മുടെ ഈത്തപ്പഴം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഈത്തപ്പഴമാണ്. അത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നാളെ രാവിലെ നമുക്കൊന്ന് തുറന്നു നോക്കണം ഇത് എന്താകും നമ്മുടെ ഈത്തപ്പഴം ഉപ്പിലിട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ അടുത്തത് നാളെ കാണാം. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ആക്കുകയാണ്. നമ്മുടെ കജൂർ എന്നൊക്കെ പറയുന്നത് അറബികൾ. ഈത്തപ്പഴം നമ്മൾ ഉപ്പിലിട്ടതാണ്. 3 ദിവസമായി ഉപ്പിലിട്ടിട്ട്. ആ മുളകൊക്കെ നല്ലവണ്ണം വാടി ഈത്തപ്പഴമൊക്കെ നല്ല മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതുപോലത്തെ വീഡിയോ ഇനിയും ഞാനിടുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അബ്ദൂസ് നന്ദി, നമസ്കാരം.